ഈ ഒരു പൊസിഷനിൽ നിന്ന് മാക്സിമം റൊട്ടേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മളിൽ പലരും പലപ്പോഴായി അനുഭവിച്ചിട്ടുള്ള ഒരു പ്രശ്നമാണ് കഴുത്ത് വേദന. കഴുത്ത് വേദന പല കാരണങ്ങൾ കൊണ്ട് വരാം. എസ്പെഷ്യലി ഇപ്പോൾ സെർവൈക്കൽ സ്പോണ്ടിലോസിസ് കൂടുതലായും IT പ്രൊഫഷണൽസിൽ അല്ലെങ്കിൽ സാധാരണക്കാരിൽ നമ്മൾ കൂടുതലായും മൊബൈൽ യൂസ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ കഴുത്തിന്റെ പൊസിഷൻ കറക്റ്റ് അല്ലാതെ ബുക്ക് വായിക്കുമ്പോഴും ഒക്കെ നമുക്ക് ഈ സെർവൈക്കൽ സ്പോണ്ടിലോസിസ് ഇഷ്യൂ വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ കഴുത്ത് വേദന വരാതിരിക്കാനും അല്ലെങ്കിൽ കഴുത്ത് വേദന മാറ്റാനും സഹായിക്കുന്ന കുറച്ച് എക്സസൈസ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ആഹ് നല്ല കഴുത്ത് വേദന ഉള്ളപ്പോൾ നിങ്ങൾ ഇത് ട്രൈ ചെയ്യരുത്. അതായത് ഇപ്പോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വേദന എടുക്കുന്നുണ്ടെങ്കിൽ തൽക്കാലം അവോയ്ഡ് ചെയ്യുക. ആഹ് ആൻഡ് സീരിയസ് പ്രശ്നങ്ങൾ ഉള്ളവർ നിങ്ങളുടെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ഈ എക്സസൈസുകൾ ട്രൈ ചെയ്യുക. അപ്പോൾ എക്സസൈസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് നെക്ക് ലൂസനിങ് എക്സസൈസ് ചെയ്യാം. കഴുത്തിന്റെ മസിൽസിനെ റിലാക്സ് ചെയ്യിക്കാൻ സഹായിക്കുന്ന എക്സസൈസ് ആണ്. അപ്പോൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യം ശ്വാസം എടുത്തുകൊണ്ട് നിങ്ങളുടെ പൊസിഷൻ കറക്റ്റ് ആയിരിക്കണം. ഓക്കെ, കഴുത്തും തലയും സ്പൈനൊക്കെ സ്ട്രെയിറ്റ് ആയിട്ട് വെക്കുക. ശ്വാസം എടുത്തുകൊണ്ട് അപ്പ്, മുകളിലേക്ക് സ്ട്രെച്ച് ചെയ്യുക, മാക്സിമം സ്ട്രെച്ച് ചെയ്യുക. ശ്വാസം വിട്ടുകൊണ്ട് ഡൗൺ, താഴേക്ക്. ആദ്യം അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെന്റ് ആണ്. ദെൻ നെക്സ്റ്റ് രണ്ട് സൈഡിലേക്കും. ശ്വാസം എടുത്തുകൊണ്ട് റൈറ്റ് സൈഡ്, ശ്വാസം വിട്ടുകൊണ്ട് കം സ്ട്രെയിറ്റ്, നേരെ വരിക. ശ്വാസം എടുത്തുകൊണ്ട് ലെഫ്റ്റ് സൈഡിലേക്ക് തല ചെരിക്കുക. ശ്വാസം വിട്ടുകൊണ്ട് നേരെ വരിക, സ്ട്രെയിറ്റ്. ഓക്കെ, ഇതാണ് സെക്കൻഡ് എക്സസൈസ്. നെക്സ്റ്റ് നമുക്ക് രണ്ട് സൈഡിലേക്കും തല തിരിക്കാം. ഓക്കെ, ശ്വാസം എടുത്തുകൊണ്ട് റൈറ്റ് സൈഡിലേക്ക് നോക്കുക. ശ്വാസം വിട്ടുകൊണ്ട് കം സ്ട്രെയിറ്റ്. ശ്വാസം എടുത്തുകൊണ്ട് ലെഫ്റ്റ് സൈഡ്. ശ്വാസം വിട്ടുകൊണ്ട് കം സ്ട്രെയിറ്റ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് നെക്ക് റൊട്ടേഷൻ ആണ്. ഫസ്റ്റ് നമുക്ക് കംപ്ലീറ്റ് റൊട്ടേഷൻ നോക്കാം. ഈ ഒരു പൊസിഷനിൽ നിന്ന് മാക്സിമം റൊട്ടേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. കംപ്ലീറ്റ് റൊട്ടേഷൻ. ഇതേപോലെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കും റൊട്ടേറ്റ് ചെയ്യാം. ഇനി ഈ കംപ്ലീറ്റ് റൊട്ടേഷൻ ചെയ്യാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഇത്രയും ചെയ്യേണ്ട ആവശ്യമില്ല. ഹാഫ് റൊട്ടേഷൻ ചെയ്യാം, സെമി സർക്കിൾ ചെയ്യാം. ഈ ഒരു പൊസിഷനിൽ നിന്ന് തുടങ്ങുക. ഇവിടുന്ന് ഒരു യു വരക്കുന്ന പോലെ, യു എഴുതുന്ന പോലെ ജസ്റ്റ് ഒന്ന് സെമി സർക്കിൾ. ദെൻ അഗൈൻ ഓപ്പോസിറ്റ് സൈഡിലേക്ക് റൊട്ടേറ്റ് ചെയ്യുക. ഓക്കെ, ഇത് കഴിഞ്ഞ് ഇനി പിറകിലേക്ക് തല സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക. ഇതേപോലെ പിറകില് ഒരു റാ എഴുതുന്ന പോലെ കഴുത്ത് സ്ട്രെച്ച് ചെയ്യുക. ഓപ്പോസിറ്റ് സൈഡിലേക്കും ഇതേപോലെ റൊട്ടേറ്റ് ചെയ്യുക. എന്നിട്ട് റിലാക്സ് ചെയ്യുക. ഇതൊക്കെയാണ് നെക്ക് ലൂസനിങ് എക്സസൈസ്. ഈ ഓരോ എക്സസൈസും നിങ്ങൾക്ക് 3, 4, 5 തവണ വരെ ചെയ്യാവുന്നതാണ്. എത്രയാണോ കംഫർട്ടബിൾ അത്രയും ചെയ്യുക. പിന്നെ ചെയ്തുകൊണ്ട് നമുക്ക് മെല്ലെ മെല്ലെ എണ്ണം കൂട്ടിക്കൊണ്ടുവരാം. മാക്സിമം കണ്ണടച്ച് പിടിച്ച് റിലാക്സ് ചെയ്ത് ശ്വാസത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ചെയ്താൽ അത്രയും റിലാക്സിങ്ങും കൂടി ആയിരിക്കും. ആൻഡ് ഇരുന്നിട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക മാക്സിമം. ചിലർക്ക് ഇത് നിന്നിട്ട് ചെയ്യുമ്പോൾ തല ചുറ്റാനുള്ള സാധ്യത കാണാറുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇരുന്നിട്ട് തന്നെ ചെയ്യുന്നതായിരിക്കും സേഫ്, ബിഗിനർ ആണെങ്കിൽ. നെക്സ്റ്റ് നമുക്കിനി നെക്ക് സ്ട്രെങ്തനിങ് എക്സസൈസ് ചെയ്യാം. കഴുത്തിന്റെ മസിൽസിനെ ശക്തിപ്പെടുത്താനുള്ള എക്സസൈസ് ആണ്. അപ്പൊ അത് ഏതൊക്കെയാണെന്ന് നോക്കാം. എഗെയിൻ കഴുത്തും തലയും സ്പൈനും ഒക്കെ സ്ട്രെയിറ്റ് ആയിട്ട് വെക്കുക, നേരെ ഇരിക്കുക. എന്നിട്ട് നമ്മൾ കഴുത്തും തലയൊന്നും അനക്കരുത്. ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കൈ വെച്ച് നെറ്റിയിൽ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്യുക. നമ്മൾ തല പുറകിലോട്ട് പുഷ് ചെയ്യുന്ന പോലെ ട്രൈ ചെയ്യുക, ബട്ട് തല അനക്കരുത്. ഈ ഒരു പൊസിഷനിൽ നിന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ കഴുത്തിന്റെ മസിൽസിൽ നല്ലൊരു ടൈറ്റ്നെസ് ഫീൽ ചെയ്യും. ഇത് റെസിസ്റ്റൻസ് എക്സസൈസ് ആണ്. ഒരു 3 to 5 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യുക. മെല്ലെ
റിലീസ് ചെയ്യുക. ഇനി കൈ കോർത്ത് പിടിച്ച് വിരൽ ഇങ്ങനെ പിടിച്ചിട്ട് തലയുടെ ബാക്കിൽ നിന്ന് ഫ്രണ്ടിലേക്ക് പുൾ ചെയ്യുക. ഇതും ഒരു 3 to 5 സെക്കൻഡ്സ് വരെ ഹോൾഡ് ചെയ്യാം. മാക്സിമം എത്ര പറ്റുമോ അത്രയും ഹോൾഡ് ചെയ്യുക. മെല്ലെ റിലീസ് ചെയ്യുക. ആ കഴുത്തിന്റെ ടൈറ്റ്നെസ് ശ്രദ്ധിക്കുക. ഓക്കെ. നെക്സ്റ്റ് നമ്മൾ തലയുടെ സൈഡിലാണ് പ്രസ് ചെയ്യാൻ പോകുന്നത്. ചെവിയുടെ മുകളിലായിട്ട് തലയുടെ സൈഡിൽ ഓക്കെ പ്രസ് ചെയ്യുക. അപ്പോൾ കഴുത്തിന്റെ സൈഡിലുള്ള മസിൽസിലാണ് നല്ല ടൈറ്റ്നെസ് ഫീൽ ചെയ്യുക. ഹോൾഡ് ചെയ്യുക, മെല്ലെ റിലീസ് ചെയ്യുക. ഓപ്പോസിറ്റ് സൈഡിലും ഇതേപോലെ പ്രസ് ചെയ്യുക. ആ ടൈറ്റ്നെസ് ഫീൽ ചെയ്യുക, മെല്ലെ റിലീസ് ചെയ്യുക. ആൻഡ് ഫൈനലി നമുക്ക് താടിയിൽ ജോ ലൈനിൽ മുകളിലേക്ക് പ്രസ് ചെയ്യാം. അപ്പോൾ അഗൈൻ ഈ ഭാഗത്തൊക്കെ നിങ്ങൾക്ക് നല്ല ടൈറ്റ്നെസ് ഫീൽ ചെയ്യും. മെല്ലെ റിലീസ് ചെയ്യുക. ഓപ്പോസിറ്റ് സൈഡിലും റിപ്പീറ്റ് ചെയ്യുക. മെല്ലെ റിലീസ് ചെയ്യുക. ഓക്കെ. ഇതൊക്കെ കഴുത്തിന് സ്ട്രെങ്തൻ ചെയ്യാനുള്ള എക്സസൈസ് ആണ്. കഴുത്തിന്റെ മസിൽസിനെ ശക്തിപ്പെടുത്താനുള്ള എക്സസൈസ് ആണ്. അപ്പോൾ ഇത് നിങ്ങളുടെ കഴുത്തിന്റെ സ്പൈനിന് നല്ല സ്റ്റെബിലിറ്റി നൽകാൻ ഹെൽപ്പ് ചെയ്യും. കഴുത്തിന്റെ മസിൽസ് ശക്തിപ്പെടുത്തുമ്പോൾ കഴുത്തിന്റെ സ്ട്രെങ്ത് കൂടും. ഇനി ഫൈനലി നമുക്ക് ഒരു പാസീവ് സ്ട്രെച്ചിങ്, റിലാക്സ് ചെയ്യാനുള്ള ഒരു പാസീവ് സ്ട്രെച്ചിങ് വെച്ച് ഇത് എൻഡ് ചെയ്യാം. നമ്മൾ തലയൊന്ന് മെല്ലനെ സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക സൈഡിലേക്ക്. കൈ വെച്ച് മെല്ലെ മെല്ലെ താഴേക്ക് സ്ട്രെച്ച് ചെയ്യാം. എത്ര പറ്റുമോ അത്രയും ചെയ്താൽ മതി. സ്ട്രെയിൻ ചെയ്യരുത്. ഈ ഒരു പൊസിഷനിൽ നിന്ന് നമ്മൾ താഴെ നെഞ്ചിലോട്ട് നോക്കുക. ലൈക്ക് റൈറ്റ് പോക്കറ്റിലോട്ട് നോക്കുന്ന പോലെ തലയൊന്ന് താഴേക്ക് ചെരിക്കുക. അപ്പോൾ അഗെയിൻ കഴുത്തിന്റെ ബാക്കിൽ നല്ല സ്ട്രെച്ച് കിട്ടും. ഇത് കുറച്ചു നേരം ഹോൾഡ് ചെയ്യുക. സ്ലോലി റിലീസ് ചെയ്യാം. വളരെ സ്ലോ ആയിട്ട് മെല്ലനെ റിലീസ് ചെയ്യുക. ഇത് ഓപ്പോസിറ്റ് സൈഡിലും റിപ്പീറ്റ് ചെയ്യുക. മെല്ലെ സ്ട്രെച്ച് ചെയ്യുക. മാക്സിമം സ്ട്രെച്ച് ചെയ്യുക. എന്നിട്ട് മെല്ലെ ഇതേപോലെ ലെഫ്റ്റ് സൈഡിൽ ലെഫ്റ്റ് പോക്കറ്റിൽ നോക്കുന്ന പോലെ ചെസ്റ്റിലേക്ക് നെഞ്ചിലേക്ക് നോക്കുക. ആ സ്ട്രെച്ച് ഒന്ന് ഫീൽ ചെയ്യുക. മെല്ലെ റിലീസ് ചെയ്യുക. ഓക്കെ. ഫൈനലി വേണേൽ നിങ്ങൾക്ക് ആ ഷോൾഡർ മൂവ്മെന്റ്സും കൂടി ഒന്ന് ചെയ്താൽ ഒരു പൂർണ്ണത കിട്ടും, കംപ്ലീഷൻ കിട്ടും. ജസ്റ്റ് ഒരു ഷോൾഡർ റൊട്ടേഷനും കൂടി ഇൻക്ലൂഡ് ചെയ്യുക. 2 ഡയറക്ഷനിലോട്ടും, പുറകിലോട്ടും മുമ്പിലേക്കും. ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ കഴുത്തിന്റെ മസിൽസും റിലാക്സ് ആവും. നിങ്ങൾക്കൊരു റിലാക്സേഷൻ, ഒരു മെന്റൽ റിലാക്സേഷനും കിട്ടും. എപ്പോഴും എക്സസൈസ് ചെയ്യുമ്പോൾ എല്ലാ ജോയിന്റ്സും മൂവ് ചെയ്യുന്നതാണ് നല്ലത്. ഇതിന്റെ കൂടെ തന്നെ എല്ലാ ജോയിന്റ് മൂവ്മെന്റ്സും നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ബട്ട് അതൊന്നും ചെയ്യാൻ സമയമില്ല അല്ലെങ്കിൽ താല്പര്യമില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഈ എക്സസൈസ് എങ്കിലും ചെയ്യുക. ബിക്കോസ് കഴുത്തിന്റെ ആരോഗ്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. വേദന വന്നാൽ മാറ്റാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് പ്രിവെന്റ് ചെയ്യും.